ഞാൻ ഒരു കംപ്ലീറ്റ് വർഷം എങ്ങനെയാണ് ഒരു പ്യൂപ്പെ ബട്ടർഫ്ലൈ ആവുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐസറിലുള്ള BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവസാനത്തെ വർഷം റിസർച്ച് പ്രൊജക്റ്റ് ഉണ്ട്. ആ ഒരു കംപ്ലീറ്റ് 1 ഇയർ വരുന്ന റിസർച്ച് വർക്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. പലപ്പോഴും പുറമെ ഐസറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പുറമെയുള്ള സാധാരണ ഓഡിയൻസിന് എന്താണ് ഐസർ പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത്, അതിൻ്റെ ഒരു ഇൻസൈഡർ ഇൻഫർമേഷനും വലിയ ധാരണയൊന്നും പുറമേക്ക് ഇല്ല. അപ്പം ഞാൻ എന്താണ് എല്ലാവരും ചെയ്യുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഞാൻ ഐസർ തിരുവനന്തപുരത്തിൽ ഒരു വർഷം കംപ്ലീറ്റ് നീണ്ടു നിൽക്കുന്ന റിസർച്ച് ചെയ്തിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് അതിൻ്റെ സ്റ്റോറീസും എക്സ്പീരിയൻസും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എന്താണ് റിസർച്ച് എന്ന് മനസ്സിലാക്കി തന്ന ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഐസറിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അതായത് ഒരു ഐസർ ആസ്പിറൻറ്റോ അല്ലെങ്കിൽ ഐസർ ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ BSMS ഡ്യുവൽ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസും ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ് അവസാനത്തെ വർഷത്തെ മേജർ റിസർച്ച് വർക്ക്. എൻ്റെ മേജർ റിസർച്ച് വർക്ക് പ്യൂപ്പൽ കളർ പ്ലാസ്റ്റിസിറ്റി ഇൻ കാറ്റോപ്സീലിയ പൊമോന എന്നായിരുന്നു വർക്ക്. ഈ പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ജാർഗൺസ് ഒന്നും ഉപയോഗിക്കാതെ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പറയാം. ഞാൻ 2016 ഐസർ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഐസർ തിരുവനന്തപുരത്തേക്ക് ഞാൻ എത്തുന്നത് തന്നെ ഒരു ഫിസിക്സ് മേജർ സ്റ്റുഡൻ്റ് ആവണം, ഫിസിക്സിലെ ഒരു ടീച്ചർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഐസറിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പതുക്കെ കുറയാൻ തുടങ്ങി. കാരണം മാത്സ് ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. പാരലലി ബയോ 111 എന്ന് പറയുന്ന ഒരു എവല്യൂഷണറി ബയോളജി, എക്കോളജി ആൻഡ് എവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഉല്ലാസ കോടാണ്ടരാമയ്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് റിസർച്ചേഴ്സ്, എൻ്റെ ഐസർ തിരുവനന്തപുരത്തിലെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു അദ്ദേഹം. ഈ ഒരു കോഴ്സ് എടുത്തു. അതിൽ നമ്മൾ ബയോളജീനെ നോക്കിക്കാണുന്ന രീതിയെ മാറി. നമ്മൾ ഐസറിലേക്ക് എത്തിയിട്ട് ആദ്യത്തെ ബയോളജി കോഴ്സാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു ബയോളജി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ +2 പഠിച്ച പോലത്തെ എവല്യൂഷൻ അല്ല ആക്ച്വലി അവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എവല്യൂഷൻ്റെ വൈ, ഹൗ, എവല്യൂഷൻ്റെ മെക്കാനിസം. നമ്മൾ +2 ഒരുപാട് മെക്കാനിസം അല്ലാത്ത എന്താ പറയുക, റെപ്റ്റൈൽസ് എങ്ങനെ മാമൽസ് ആയ ഒരു സ്റ്റോറി പോലെ തോന്നുന്ന എവല്യൂഷനാണ് നമ്മൾ +2 പഠിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് എവല്യൂഷൻ നടക്കുന്നത് എന്നുള്ളതിൻ്റെ മെക്കാനിസമാണ് നമുക്ക് അവിടെ ഐസറിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത്. ആൻഡ് ആ ഒരു വർഷം തന്നെ അവിടെ ഒരു റിസർച്ച് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ബയോളജി ലാബ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെറിയ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ലാബായിരുന്നു. അപ്പോൾ എന്താണ് ഹൈപ്പോത്തിസിസ്, എങ്ങനെ നമുക്ക് എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യാം, എങ്ങനെ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, ഡാറ്റ അനലൈസ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ 1ാമത്തെ വർഷം തന്നെ ഡോക്ടർ ഉല്ലാസേൻ്റെ അണ്ടറിൽ പഠിച്ചു. ആ ബയോ 111 എന്ന് പറയുന്ന ഒരു കോഴ്സ് ആക്ച്വലി എൻ്റെ ബയോളജിയോടുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞാൻ എവല്യൂഷണറി ബയോളജി ആൻഡ് എക്കോളജി ഈ ഒരു റിസർച്ച് ഫീൽഡിൽ തന്നെ എനിക്ക് റിസർച്ച് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഡോക്ടർ ഉല്ലാസയുടെ ലാബിൽ ഞാൻ മേജർ പ്രൊജക്റ്റ് 5th ഇയർ ഒക്കെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ജോയിൻ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ വർഷത്തെ മേജർ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ എവല്യൂഷണറി ലാബ് തന്നെയാണ് ചൂസ് ചെയ്തത്. ഡോക്ടർ ഉല്ലാസ കോടാണ്ടരാമയ്യയുടെ അണ്ടറിലായിരുന്നു എൻ്റെ അവസാനത്തെ വർഷത്തെ പ്രൊജക്റ്റ്. ഡോക്ടർ ഉല്ലാസയുടെ ലാബിലുള്ള വർക്ക് എന്ന് പറയുന്നത് മേജർലി ബട്ടർഫ്ലൈയിലാണ്. അപ്പം ഞാൻ ലാബിൽ എത്തുന്ന സമയത്ത് തന്നെ വർക്ക് എന്താ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വർക്ക് ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മൾ കാറ്റോപ്സീലിയ പൊമോന എന്ന് പറയുന്ന മോഡൽ ഓർഗാനിസം ഈ ബട്ടർഫ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഏതൊരു ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ അറിയണം. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം അഡൽട്ട് ബട്ടർഫ്ലൈസ് മെയ്റ്റ് ചെയ്തതിന് ശേഷം എഗ്ഗ് ഒരു സ്ഥലത്ത് ലേ ചെയ്യും. ആ എഗ്ഗ് ലേ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ലീഫിന്റെ മുകളിലായിരിക്കും. ഈ കാറ്റോപ്സീലിയ പൊമോന എന്ന് പറഞ്ഞ ഈ സ്പെസിഫിക് സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈ ലേ ചെയ്യുന്നത് നമ്മളുടെ കണിക്കൊന്നയുടെ ഇലയുടെ മുകളിലാണ്. എന്നിട്ട് ആ എഗ്ഗ്
വിരിഞ്ഞതിന് ശേഷം കാറ്റർപില്ലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാർവ നമ്മൾ പറയും, ആ ഒരു ഫോമിലുള്ള ഒരു ലൈഫ് സ്റ്റേജിലേക്കാണ് കടക്കുക. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ കാറ്റർപില്ലർ കണിക്കൊന്നയുടെ ലീഫ് എല്ലാം കഴിച്ചാണ് വളരുന്നത്. അതിനുശേഷം അതിന്റെ വളർച്ച കംപ്ലീറ്റ് ആവും. വളർച്ച കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്യൂപ്പേ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് എത്തും. ഒരു അനങ്ങാനൊന്നും പറ്റാത്ത, നിങ്ങൾ പ്യൂപ്പേ കണ്ടിട്ടുണ്ടാവും. ആ പ്യൂപ്പേ വിരിഞ്ഞിട്ടാണ് അടുത്ത ജനറേഷൻ ഓഫ് അഡൽറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ ലാബില് ഓൾറെഡി ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്, കാറ്റോപ്സീലിയ പൊമോന എന്ന് പറയുന്ന ഈ സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈയിൽ ഉണ്ടാവുന്ന പ്യൂപ്പയ്ക്ക് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ള പ്യൂപ്പയുണ്ട്, അതുപോലെ തന്നെ വളരെ ബ്രൗൺ ആയിട്ടുള്ള പ്യൂപ്പയുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഗ്രേഡഡ് കളേഴ്സ് ഉണ്ട്. അതായത് എക്സ്ട്രീംലി ഗ്രീൻ ആയിട്ടുള്ള പ്യൂപ്പയുണ്ട്, എക്സ്ട്രീംലി ബ്രൗൺ ആയിട്ടുള്ള പ്യൂപ്പയുണ്ട്, ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഗ്രീൻ ടു ബ്രൗൺ ആയിട്ടുള്ള പ്യൂപ്പ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ലാബിൽ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന വർക്കായിരുന്നു ഈ പ്യൂപ്പയുടെ കളർ ചേഞ്ചിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് കളർ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു റിസർച്ച് ഇതിന്റെ മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന PhD സ്റ്റുഡൻ്റ് ആയിട്ടുള്ള തരുണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസർച്ചിൽ മനസ്സിലാക്കിയ കാര്യം, നേച്ചറിൽ കണിക്കൊന്നേന്റെ മുകളിലാണല്ലോ ഇവർ മിക്കവാറും പ്യൂപ്പ ഉണ്ടായി, പ്യൂപ്പ പറ്റി പിടിച്ചിരിക്കുക കണിക്കൊന്നേന്റെ മുകളിലാണ്. അപ്പൊ കണിക്കൊന്നേന്റെ ഏത് ഭാഗത്താണോ അവര് പ്യൂപ്പേറ്റ് ചെയ്യുന്നത്, പ്യൂപ്പയായി മാറുന്നത്, അതിനനുസരിച്ചാണ് അവര് കളറ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓൾറെഡി റിസർച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അവിടെ പബ്ലിഷ് ചെയ്തൊരു റിസൾട്ട് ആയിരുന്നു. അതായത് കണിക്കൊന്നയുടെ തടിയിൽ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പ്യൂപ്പേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്യൂപ്പയ്ക്ക് ഉണ്ടാവുന്ന കളർ എന്ന് പറയുന്നത് ബ്രൗണും, നല്ല ഇളം പച്ച, നല്ല പുതിയ ലീഫിലൊക്കെയാണ് ഇവർ പ്യൂപ്പേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്യൂപ്പയുടെ കളറ് നല്ല ഗ്രീനർ ആവുന്നതുമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഓൾറെഡി അവിടെ പബ്ലിഷ് ചെയ്ത വർക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ ഉണ്ടായി. ആൻഡ് ഞാൻ ലാബിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കാറ്റോപ്സീലിയ പൊമോന എന്ന് പറയുന്ന ഈ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പേ എങ്ങനെയാണ് ഗ്രീൻ ആവണം അല്ലെങ്കിൽ ബ്രൗൺ ആവണം എന്ന് ചൂസ് ചെയ്യുന്നത്? തരുൺ ഓൾറെഡി ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ബ്രൗൺ സബ്സ്ട്രേറ്റിൽ അല്ലെങ്കിൽ ബ്രൗൺ സ്ഥലത്താണ് പ്യൂപ്പേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു പ്യൂപ്പേ ബ്രൗണർ കളർ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഗ്രീനർ പ്ലേസിലാണ് പ്യൂപ്പേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ആവുന്നുണ്ട്. ആൻഡ് മൈ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക്, ഹൗ, എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീൻ ആയി കളയാം അല്ലെങ്കിൽ ബ്രൗൺ ആയി കളയാം ഈ പ്യൂപ്പേ എന്നുള്ളത് പ്യൂപ്പേ ഡിസൈഡ് ചെയ്യുന്നത്? അപ്പം ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അതായത് അത് മേ ബി ടെമ്പറേച്ചർ ആയിരിക്കാം. അതായത് ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ലീഫ് ഒക്കെ ഉള്ള സമയമായിരിക്കും. അപ്പൊ മേ ബി ബ്രൗൺ പ്യൂപ്പ ആയിരിക്കാം പ്രിഡേറ്റേഴ്സിന്റെ ഒക്കെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലത്. ആൻഡ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ആയിരിക്കാം, ഹൈ ഹ്യൂമിഡിറ്റി ആവുന്ന സമയത്ത് ബ്രൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ വൈസ് വേഴ്സ, എങ്ങനെയാണെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ടെക്സ്ചർ നോക്കിയിട്ടായിരിക്കാം. അതായത് എവിടെയാണോ പ്യൂപ്പേറ്റ് ചെയ്യുന്നത് ആ ലാർവെ പ്യൂപ്പേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എവിടെയാണോ അതിൻ്റെ പ്യൂപ്പേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടെക്സ്ചർ നോക്കി, ഭയങ്കര റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ മിക്കവാറും അത് ട്വിഗ് ആയിരിക്കും, എന്തെങ്കിലും ഒരു സ്റ്റെം റീജിയണിലായിരിക്കും, അവിടെ പൊതുവെ ബ്രൗൺ കളറാണ് ഉണ്ടായിരിക്കുക. ഇനി വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ ആ ലാർവെ അതായത് കാറ്റർപില്ലർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് അത് ഗ്രീനർ ആയിട്ടുള്ള ലീഫ് ആണെന്നുള്ളത്. അപ്പൊ അവര് ഡിസിഷൻ എടുക്കുന്നതായിരിക്കാം ഗ്രീൻ പ്യൂപ്പ ആവാൻ വേണ്ടിയിട്ട്. സോ ടെക്സ്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് ആയിരിക്കാം. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്യൂപ്പ എവിടെയാണോ പ്യൂപ്പേറ്റ് ചെയ്യുന്നത്, ലാർവ എവിടെയാണോ പ്യൂപ്പേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയാം. ആൻഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആയിരിക്കാം ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഹൈ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റിൽ ബ്രൗൺ പ്യൂപ്പ ആയിരിക്കാം, ആൻഡ് ഇന്റൻസിറ്റി കുറവുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ ഇന്റൻസിറ്റി ലൈറ്റിൽ ഗ്രീൻ പ്യൂപ്പയുമായിരിക്കാം. അപ്പം സമ്മറും വിന്ററും ഒക്കെ മാറി മാറി വരുന്നതിനനുസരിച്ച് ലൈറ്റിന്റെ ഒക്കെ ഇന്റൻസിറ്റി ആയിരിക്കാം ഒരു പ്രോക്സി ആയിട്ട് വെക്കുന്നത്. അപ്പൊ ഇത്രയധികം ഫാക്ടേഴ്സ് ഇതിനുണ്ടാവാം. ഏതാണ് അതിന്റെ ഫാക്ടർ,
എന്നായിരുന്നു എൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പം ഈ ബട്ടർഫ്ലൈൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. ആൻഡ് അത് വിരിഞ്ഞിട്ടാണ് കാറ്റർപില്ലർ ആവുന്നത് അല്ലെങ്കിൽ ലാർവ ആവുന്നത്. ലാർവെ പ്യൂപ്പേറ്റ് ചെയ്യാണ് ചെയ്യുക. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്യൂപ്പയായി മാറുക. ആൻഡ് പ്യൂപ്പെ വിരിഞ്ഞിട്ടാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു അഡൽറ്റ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. ആൻഡ് ഈ ലൈഫ് സ്റ്റേജസിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് പ്രിഡേറ്റേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഇവരെ പിടിച്ചു തിന്നാൻ പറ്റുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പ്യൂപ്പൽ സ്റ്റേജ് ആണ്. അപ്പോൾ പ്യൂപ്പൽ സ്റ്റേജിൽ തന്നെ ഈ ഇവരുടെ മെയിൻ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള പക്ഷികൾ ഇവരെ പിടിച്ചു തിന്നുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസിൽ പ്യൂപ്പൽ സ്റ്റേജിൽ പ്രിഡേറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പല ഇവല്യൂഷണറി സ്ട്രാറ്റജീസും പല പ്യൂപ്പൽ അല്ലെങ്കിൽ പല ബട്ടർഫ്ലൈ സ്പീഷീസിലും ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസർച്ച് പേപ്പർ എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വായിച്ച് നമ്മളുടെ മെൻറ്റർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഒരുപാട് PhD സ്റ്റുഡൻസ് നമ്മളെ സഹായിച്ച് ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ ഞാൻ ഹൈപ്പോത്തസൈസ് ചെയ്തത് ഈ പ്യൂപ്പേന്റെ കളർ ചേഞ്ചിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ആന്റി പ്രിഡേറ്റർ സ്ട്രാറ്റജി ആയിരിക്കും. പ്രിഡേറ്ററിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ആൻഡ് പല സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസിന്റെ ലാർവൽ സ്റ്റേജിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റി പ്രിഡേറ്ററി സ്ട്രാറ്റജീസ് കാണിക്കാറുണ്ട്. ക്രിപ്സിസ് കാണിക്കുന്നുണ്ട്, മാസ്കറൈഡ് കാണിക്കുന്നുണ്ട്, കോൺസ്പിക്യസ് കളറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഹൈപ്പോത്തസൈസ് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്യൂപ്പേൻ്റെ കളറിൽ വരുന്ന ചേഞ്ച്, അതാണല്ലോ പ്യൂപ്പൽ കളർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അത് പ്രിഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാനുള്ള ബേഡ്സ് ഇവരെ കഴിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്നാണ് ഞാൻ ഹൈപ്പോത്തസൈസ് ചെയ്തിരുന്നത്. ആൻഡ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ കളർ ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാനും പോയിരുന്നത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റിസർച്ച് ചെയ്തിരുന്നത് എന്നുള്ളത് നോക്കാം. ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് ഈ കാറ്റോപ്സീലിയ പൊമോന എന്ന് പറയുന്ന ബട്ടർഫ്ലൈ വേണം. അവര് താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കണിക്കൊന്ന എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഐസറിന്റെ കോമ്പൗണ്ടിൽ തന്നെ 13 കണിക്കൊന്ന ചെടികൾ ഉണ്ടായിരുന്നു. ആൻഡ് കോമ്പൗണ്ടിന്റെ പുറമെയും ഈ കണിക്കൊന്ന ചെടികളുണ്ട്. ഞാൻ കണിക്കൊന്ന ചെടികളുടെ അടുത്ത് പോവും. ആ കണിക്കൊന്നയിലെ ടെൻഡർ ലീഫ് ഉണ്ടല്ലോ, നല്ല പച്ച കളറിലുള്ള ലീഫിന്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റോപ്സീലിയ പൊമോനയുടെ കാറ്റർപില്ലേഴ്സ് ആ ഇല തിന്നുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അഡൽട്ട് ആയിട്ടുള്ള ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ കാറ്റർപില്ലർ ആയിട്ടുള്ള ആളുകളെയും എല്ലാം ഞാൻ കളക്ട് ചെയ്യും. എന്നിട്ട് ലാബിൽ കൊണ്ടുവരും. ലാബിൽ വളർത്തിയതിന് ശേഷം അടുത്ത ജനറേഷൻ അവരിൽ നിന്നും മുട്ട കളക്ട് ചെയ്ത് ഞാൻ കാറ്റർപില്ലർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. കാറ്റർപില്ലറിനെയാണ് എനിക്ക് കിട്ടിയത് എങ്കിൽ ഞാൻ കാറ്റർപില്ലറിന് കണിക്കൊന്നയുടെ ടെൻഡർ ലീഫ് എല്ലാം വെച്ചു കൊടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കാറ്റർപില്ലർ ആയിട്ട് ജീവിക്കുകയാണ് ചെയ്യുക. ഈ കാറ്റർപില്ലർ കംപ്ലീറ്റ് വലുതാവുമ്പോൾ നമുക്ക് സൈസൊക്കെ കൂടി വരുന്നത് ഡേ ബൈ ഡേ നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 14 ദിവസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റർപില്ലറിനെ വളർത്തുന്ന കേജ്, ആ കേജിന്റെ ചുറ്റും ഇവരിങ്ങനെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി ഇവർ കണിക്കൊന്നതിന്റെ മുകളിൽ ഇങ്ങനെ ആ ഇല തിന്നുകൊണ്ടിരിക്കുക ചെയ്യുക. പക്ഷെ 14 ദിവസമൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഒരു കാറ്റർപില്ലർ എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ കംപ്ലീറ്റ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ആ ലീഫിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോയി കേജിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അതിനെയാണ് വാണ്ടറിങ് ഫേസ് എന്ന് പറയാം. അപ്പൊ ഈ വാണ്ടറിങ് ഫേസ് വരെ ഞാൻ ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് വാണ്ടറിങ് ഫേസ് ആവുന്ന സമയത്ത് ഇവരെ ഞാനൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിലേക്ക് മാറ്റും. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇനി ഈ ഒരു കാറ്റർപില്ലർ പ്യൂപ്പയായി മാറുമ്പം ഇവര് ഒന്നെങ്കിൽ ഗ്രീൻ പ്യൂപ്പ ആയിരിക്കും അല്ലെങ്കിൽ ബ്രൗൺ പ്യൂപ്പ ആയിരിക്കും. എങ്ങനെയാണ് ഇവർ ഈ തീരുമാനം എടുക്കുന്നത്? ഒന്നാമത്തെ ഫാക്ടർ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ ഇവർ സെൻസ് ചെയ്തിട്ടാണോ ഈ കളർ ചേഞ്ച് തീരുമാനിക്കുന്നതെന്നാണ്. രണ്ടാമത്തെ ഫാക്ടർ ഞാൻ നോക്കാൻ പോകുന്നത് ഇതിന്റെ ടെക്സ്ചറാണ്. എത്രത്തോളം റഫ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിലാണോ അല്ലെങ്കിൽ എത്രത്തോളം സ്മൂത്ത് ആയിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ടാണോ ഇവര് ഗ്രീൻ ആണോ ബ്രൗൺ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആൻഡ് മൂന്നാമത്തത് എത്രത്തോളം ലൈറ്റ് ഇന്റൻസിറ്റി നോക്കിയിട്ടാണ്, ലൈറ്റ് ഇന്റൻസിറ്റി ആണോ ഇവർ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കളർ സിലിണ്ടർ ഉണ്ടാക്കി.
ഒരു ബ്രൗൺ കളർ പേപ്പർ വെച്ചിട്ട് ഒരു സിലിണ്ടർ ഉണ്ടാക്കി, ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ഒരു സിലിണ്ടർ ഉണ്ടാക്കി. എന്നിട്ട് ഈ വാണ്ടറിങ് ഫേസിലുള്ള ഈ പ്യൂപ്പേനെ ഞാൻ ഈ സിലിണ്ടറിലേക്ക് മാറ്റി. 2 സൈഡിലും ഒരു പെട്രി ഡിഷിന്റെ കവർ വെച്ചിട്ട് അടച്ചു. എന്നിട്ട് ഇവരിനി ഒരു ഏകദേശം 24 മണിക്കൂർ കൊണ്ട് പ്യൂപ്പേറ്റ് ചെയ്യും. ഇവരെ പ്യൂപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോത്ത് ചേംബറിന്റെ അകത്ത് വെച്ച് ഇവരെ പ്യൂപ്പേറ്റ് ചെയ്യാൻ അനുവദിച്ചു. അപ്പോൾ ഈ വാണ്ടറിങ് ഫേസിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഈ കാറ്റർപില്ലേഴ്സിനെ ഞാൻ പകുതി ആൾക്കാരെ ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള സിലിണ്ടറിലിട്ടു, പകുതി ആളുകളെ ബ്രൗൺ കളറിലുള്ള സിലിണ്ടറിലിട്ടു. ആൻഡ് ഇവരൊന്ന് പ്യൂപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 24 മണിക്കൂർ കൊണ്ട് ഇവരെ പ്യൂപ്പേറ്റ് ചെയ്യല്ലോ. ഇവർ പ്യൂപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അടുത്ത ദിവസം ഞാൻ നോക്കുന്ന സമയത്ത് ബ്രൗൺ കളർ സിലിണ്ടറിൽ പ്യൂപ്പേറ്റ് ചെയ്ത ഏകദേശം 5 പ്യൂപ്പയിൽ 4 ബ്രൗൺ കളറുമാണ്. ആൻഡ് ഗ്രീൻ കളർ സിലിണ്ടറിൽ പ്യൂപ്പേറ്റ് ചെയ്ത് ഏകദേശം 6 എണ്ണത്തിലോ 5 എണ്ണത്തിലോ എങ്ങാനും അതും 5 എണ്ണവും ഗ്രീനാണ്. അപ്പം ഐ വാസ് ലൈക്ക് യുറേക്ക മൊമെന്റ്. അപ്പം എനിക്ക് എൻ്റെ മെന്ററോട് ഇത് പറയണം. അപ്പം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോയി, ഞാൻ ഈ ഗ്രീൻ കളറിൽ കിട്ടിയ ഒരുപാട് പ്യൂപ്പേ ഗ്രീൻ കളറാണ്, ആൻഡ് ബ്രൗൺ കളറിന് കിട്ടിയ എല്ലാ പ്യൂപ്പയും ഓൾമോസ്റ്റ് പ്യൂപ്പയും ബ്രൗൺ ആണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അത് ജസ്റ്റ് റാൻഡം ഇവന്റ് ആയിരിക്കാം അല്ലേ. അപ്പം അത് നമുക്ക് വലിയ ക്വാണ്ടിറ്റീസിൽ ഒരുപാട് ഡാറ്റ വെച്ചിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതായത് കളർ നോക്കിയിട്ടാണോ ഈ പ്യൂപ്പെ ഗ്രീൻ ആവണോ ബ്രൗൺ ആവണോ എന്നുള്ളത് തീരുമാനിച്ചത്. വെറും 5 എക്സ്പെരിമെന്റ് 5 ഡാറ്റ ഒന്നും എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ഡാറ്റ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നും മാത്തമാറ്റിക്കലി ഈ ഡാറ്റ വാലിഡേറ്റ് ചെയ്യണമെന്നും ഒക്കെ അപ്പോഴാണ് എനിക്ക് എൻ്റെ മെന്റർ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് എക്സ്പെരിമെന്റ്, ഈ സെയിം എക്സ്പെരിമെന്റ് ഒരുപാട് തവണ ഡാറ്റ കളക്ട് ചെയ്തു. അതിനുശേഷം അതിന്റെ ഡാറ്റ, വലിയൊരു ഡാറ്റ സെറ്റ് അനലൈസ് ചെയ്തു. ആൻഡ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് യെസ്, സബ്സ്ട്രേറ്റിന്റെ കളർ നോക്കിയിട്ടാണ് ഈ കാറ്റർപില്ലർ പ്യൂപ്പ ആവുന്ന സമയത്ത് പ്യൂപ്പയ്ക്ക് ഏത് കളർ വേണം എന്ന് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിന്റെ ടെക്സ്ചർ ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, നല്ല റഫ് ആയിട്ടുള്ള സാൻഡ് പേപ്പർ, ആ സാൻഡ് പേപ്പർ കൊണ്ട് ഒരു സിലിണ്ടർ ഉണ്ടാക്കി. സാൻഡ് പേപ്പറിന്റെ അതേ കളറുള്ള സാധാരണ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേപ്പർ കൊണ്ടും ഒരു സിലിണ്ടർ ഉണ്ടാക്കി. എന്നിട്ട് ഇതുപോലെ പ്യൂപ്പേനെ വെച്ച് ഡാറ്റ കളക്ട് ചെയ്തു. ആൻഡ് അതിൽ ആ ഒരു എക്സ്പെരിമെന്റിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റെലവെന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസവും ഈ ടെക്സ്ചറിനില്ല. അതായത് ടെക്സ്ചർ നോക്കിയിട്ടല്ല പ്യൂപ്പ ഏത് കളർ ആവണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആൻഡ് എൻ്റെ മൂന്നാമത്തെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണോ പ്യൂപ്പെ കളർ തീരുമാനിക്കുന്നതെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് എന്താ, സെയിം കളറിലെ ഗ്രേ കളറിലുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ കളറിലുള്ള ഒരു സിലിണ്ടർ ഉണ്ടാക്കി. ആൻഡ് അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഗ്രേ കളറിലുള്ള ഒരു സിലിണ്ടർ ഉണ്ടാക്കി. ഈ എക്സ്പെരിമെന്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അവിടെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഇല്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ കളർ അനലൈസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമുക്ക് പ്യൂപ്പേനെ ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ ആ ഫോട്ടോ എടുക്കണം, എല്ലാ ഫോട്ടോസും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ ഫോട്ടോസും സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ കറക്ഷൻ നടത്തണം. എന്നിട്ട് ആ എടുത്ത ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് പ്യൂപ്പേനെ മാത്രം ഐസൊലേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് മാത്ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ എത്രത്തോളം റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന കളേഴ്സ് ആ പ്യൂപ്പേന്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് ഗ്രീൻനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞൊരു നമ്പറൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്രീൻനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലേമാൻ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻനെസ് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു പ്യൂപ്പ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആയിരിക്കും. ഓക്കെ, ഗ്രീൻനെസ് ഇൻഡെക്സ് കുറവുള്ള ഒരു പ്യൂപ്പ എന്ന് പറയുന്നത് ബ്രൗൺ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മാത്തമാറ്റിക്കലി മാത്രമേ, ഡാറ്റ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു റിസർച്ച് ആണ് ഞാൻ കംപ്ലീറ്റ്ലി 1 വർഷം ഇരുന്ന് ചെയ്തത്. എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ റിസർച്ച് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഇതെന്നറിയോ. അതായത് ഒരുപാട് കാര്യങ്ങൾ, റിസർച്ചിന്റെ ഫണ്ടമെന്റൽസ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ് ഡാറ്റ, എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, എങ്ങനെ കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം, ആൻഡ് എങ്ങനെ നമുക്ക് ഡാറ്റേനെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ട് ഗ്രാഫിക്കലായിട്ട് ഡയഗ്രാംസ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മെന്ററായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ റിസർച്ചിന്റെ ഈ സ്റ്റോറിയൊക്കെ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പം എന്താ, ഇതൊക്കെ ഒരു വർഷം ചെയ്യാൻ മാത്രമുണ്ടോ എന്നൊന്നും വിചാരിച്ച് കളയരുത്. കാരണം ഓരോ ഡാറ്റ എടുക്കാനും നമുക്ക് ഏകദേശം ഒരു 1-1.5 മാസത്തെ കഷ്ടപ്പാടുണ്ട്. ആൻഡ് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ജാർഗൺസ് ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്റ്റോറിയും പറഞ്ഞു തന്നത്. ആൻഡ് ഈ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നി ഇത് ഇത്ര സിമ്പിളാണോ റിസർച്ച് എന്ന് തോന്നും. ആക്ച്വലി ഇതിന് ഒരുപാട് ഹാർഡ് പാർട്ട് ഉണ്ട്. അതായത് നമ്മൾ കാറ്റർപില്ലേഴ്സിനെ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഓരോ ഡാറ്റ കിട്ടാനും നമുക്ക് കാറ്റർപില്ലർ വേണം, അല്ലെങ്കിൽ അഡൽറ്റ് ബട്ടർഫ്ലൈസ് വേണം. അപ്പൊ നമുക്ക് സീസൺ അനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. യങ് ടെൻഡർ ലീഫ് കിട്ടാത്ത സീസൺ ഉണ്ട് കണിക്കൊന്നേന്റെ. ആ സമയത്ത് ഐസറിന്റെ അകത്തുള്ള എല്ലാ ലീഫുകളും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു കൊറോണ കാലമാണ്. അപ്പൊ നമുക്ക് പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് ബൈക്കിലൊക്കെ ഒരുപാട് കറങ്ങി നടന്നിട്ട് ലീഫൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കിയത്. ആൻഡ് ഈ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കിയാലും ഇതിന് സിമിലർ ആയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാറ്റോപ്സിലിയ പൊമോന എന്ന് പറയുന്ന ഒരു സ്പീഷീസിലാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. ഇതിന്റെ ഒരു സിസ്റ്റർ സ്പീഷീസ് ആണ് കാറ്റോപ്സിലിയ പൈറാന്തേ. ഇവർക്ക് വരുന്ന പ്യൂപ്പൽ കളർ പ്ലാസ്റ്റിസിറ്റിയും നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കണിക്കൊന്ന തന്നെ ഹോസ്റ്റ് പ്ലാന്റ് ആയി വരുന്ന വേറൊരു സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈ ആണ് യൂറിമ ബ്ലാൻഡ. യൂറിമ ബ്ലാൻഡയിലുള്ള പ്യൂപ്പൽ കളർ പ്ലാസ്റ്റിസിറ്റിയും നമ്മളൊന്ന് റിസർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വരികയായിരുന്നു. ആൻഡ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിട്ടുള്ള കാറ്റോപ്സിലിയ പൊമോനയിലുള്ള നമ്മളുടെ ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, കളർ ചേഞ്ച്, പ്യൂപ്പൽ കളർ ചേഞ്ച് ഒരു ആന്റി പ്രിഡേറ്ററി സ്ട്രാറ്റജി ആണ് എന്ന് ഞാൻ ഹൈപ്പോത്തസൈസ് ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിഡേഷൻ ടെസ്റ്റും ആ ഒരു ഐസറിന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലൊക്കെ പോയി നമ്മളൊരു കേജൊക്കെ സെറ്റപ്പ് ചെയ്ത് അതിലൊരു പ്രിഡേഷൻ ടെസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എക്സ്പെരിമെന്റ് എല്ലാം പലതും സക്സസ്ഫുൾ ആയിട്ടുള്ളതും പലതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതും പലതും പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാനായിട്ട് നമ്മൾ നിർത്തേണ്ട അവസ്ഥയും കോഴികളെ ട്രെയിൻ ചെയ്യാൻ പറ്റാതെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയും പെർമിഷൻ കിട്ടാത്ത പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഇതിലുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റോറി പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ഒരു വർഷമൊക്കെ കംപ്ലീറ്റ്ലി ഇരുന്ന് ചെയ്യാനുണ്ടോ. യെസ്, ഒരു വർഷം കംപ്ലീറ്റ്ലി ഇരുന്ന് ചെയ്യാനുള്ള വർക്ക് തന്നെയായിരുന്നു ഇത്. അപ്പൊ ഇതുപോലത്തെ ഒരു റിസർച്ച് BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ചെയ്യണം. 5ാമത്തെ വർഷം ഇത് മാത്രമേ നമ്മളുടെ കരിക്കുലത്തിലുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതുപോലത്തെ ഒരു റിസർച്ച് നമ്മൾ സ്വയമായിട്ടിരുന്ന് ഡിസൈൻ ചെയ്യണം. നമ്മൾ ഒരുപാട് റിസർച്ച് പേപ്പർ ഇരുന്ന് പഠിക്കണം. നമ്മൾ ഡിസൈൻ ചെയ്ത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത്, നമ്മൾ അനലൈസ് ചെയ്ത്, നമ്മൾ ഈ വർക്ക് പബ്ലിഷ് ചെയ്ത ഐസറിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിസർച്ചറിനെ, ഒരു ബഡ്ഡിങ് റിസർച്ചറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസർ IAS എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് ഒരാളെ കോമ്പീറ്റന്റ് ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് ഏതൊരു നല്ല യൂണിവേഴ്സിറ്റിയിലേക്കും പറ്റുന്ന നല്ലൊരു കാൻഡിഡേറ്റ് ആക്കി ഒരു ഐസറിൽ പഠിക്കുന്ന ഒരാളെയോ നൈസറിൽ പഠിക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ IAS പഠിച്ചിറങ്ങുന്ന ഒരാളെയോ ഒക്കെ ആ സ്ഥാപനം മാറ്റിയെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ കൃത്യമായി മനസ്സിലായി കാണും. അപ്പൊ ഐസർ എന്ന് പറയുന്നത് സാധാരണ ഒരു കോളേജ് അല്ല. ഇറ്റ്സ് എ കൾച്ചർ ഓഫ് ക്യൂരിയോസിറ്റി. നിങ്ങൾക്ക് അവിടെ ഏറ്റവും നല്ല റിസർച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ഏറ്റവും നല്ല മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് വലിയൊരു നെറ്റ്വർക്കാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന PhD സ്റ്റുഡൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ്, ലാബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാം വേൾഡ് ക്ലാസ് ആണ്. ട്രൂലി വേൾഡ് ക്ലാസ് ആണ്. അപ്പം ഐസർ എന്ന് പറയുന്നത് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ്, മേജർ പ്രൊജക്റ്റിൻ്റെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ എന്താണ് ഒരു വർഷം കംപ്ലീറ്റ്ലി ഇരുന്ന് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഈ വീഡിയോയ്ക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്നും കുറച്ച് ആളുകളെങ്കിലും ഈ സ്റ്റോറി കാരണം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഐസറിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐസറിനെ കുറിച്ചോ സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ സയൻസിലെ കരിയറിനെ കുറിച്ചോ ഒക്കെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. കേരളത്തിലുള്ള എല്ലാ ഐസർ ആസ്പിറൻസിന്റെയും ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഇതുപോലെയുള്ള ഐസർ സ്റ്റോറീസുമായിട്ടും ഐസറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.